നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലിയോ മെസ്സിയും റോദ്രിഗോ ഡി പോളും വലിയ കൂട്ടാണ്, നമുക്കറിയാമത്. അർജൻറ്റീന ദേശീയ ടീമിൽ അവരൊരുമിച്ചുണ്ടാകുമ്പോഴൊക്കെ മെസ്സിയോടൊപ്പം തന്നെ ഡി പോൾ ഉണ്ടാകും. പലരും മെസ്സിയുടെ ബോഡി ഗാർഡ്, കളത്തിലെ ബോഡി ഗാർഡ് എന്ന തരത്തിൽ പോലും ഡി പോളിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇൻ്റർ മയാമിയിലേക്ക് താരം ചേക്കേറിയേക്കുമെന്ന വാർത്തകൾ വരുന്നതിനോടൊപ്പം മെസ്സിയുമായിട്ട് താൻ എങ്ങനെ സൗഹൃദത്തിലായി എന്നത് തുറന്നു പറയുന്നുണ്ട് റോദ്രിഗോ ഡി പോൾ. ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ അത് തങ്ങളെ അടുപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. എല്ലായ്പ്പോഴും മെസ്സിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു ലോങ് സ്റ്റാൻഡിങ് ഓണായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുന്നത് മാർച്ച് 2019 മാഡ്രിഡിൽ അന്ന് ദേശീയ ടീമിൻ്റെ ക്യാമ്പ് നടക്കുകയാണ്. അന്നാണ് ആദ്യമായിട്ട് ഒരുമിച്ചുണ്ടാകുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്തു. എന്നിട്ട് ബസ്സിൽ ഞാൻ ബൈ മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ സീറ്റിൽ കയറിയിരുന്നു. അങ്ങനെ മെസ്സി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സോറി ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്ത സീറ്റിലിരുന്നു. എന്നിട്ട് ഫ്ലൈറ്റിൽ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു. സെയിം തിങ് ഹാപ്പൻഡ്. ഞാൻ കയറി വീണ്ടും അദ്ദേഹത്തിൻ്റെ സീറ്റിൽ കയറിയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓ മൈ ഗോഷ് എഗെയിൻ എന്ന് പറഞ്ഞു. ആ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിച്ചു. അവിടെ മുതൽ ഞങ്ങൾ തമ്മിൽ വലിയ കൂട്ടായി. സിൻസ് ദെൻ വി ഹാവ് ബിക്കം ഫ്രണ്ട്സ്. ഞങ്ങൾ ഏതാണ്ട് എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരു വ്യക്തി എന്ന നിലയിൽ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, വല്ലാതെ സ്നേഹിക്കുന്നു. അദ്ദേഹം വളരെ അമേസിങ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പലർക്കും പുറത്തറിയാത്ത ഒരുപാട് ഗ്രേറ്റ് തിങ്സ് അദ്ദേഹം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുകൂടി ഇപ്പോഴിതാ റോദ്രിഗോ ഡി പോൾ പറയുന്നു. ഡി പോളിന് മെസ്സിയോടുള്ള ബഹുമാനവും ഇഷ്ടവും സ്നേഹവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം തന്നെ പലപ്പോഴും അത് പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ട് ടിനി ഒരിക്കൽ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെയധികം മദ്യപിച്ചെത്തിയ റോദ്രിഗോ ഡി പോൾ ഭാര്യയോട് ഐ ലവ് യു മെസ്സി എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അത്രയധികം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മെസ്സിയോടുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ട്. അതൊരിക്കൽ കൂടി അദ്ദേഹം വ്യക്തമാക്കിയാണ്. ഈ രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇൻ്റർ മയാമിക്ക് വേണ്ടി വരും ദിനങ്ങളിൽ പന്ത് തട്ടുകയാണെങ്കിൽ അത് മികച്ചൊരു അനുഭവമായിരിക്കും. കാരണം ദേശീയ ടീമിൽ അവർ ഒരുമിച്ച് കളിക്കുന്ന നമ്മൾ കാണുന്നു. ക്ലബ് ഫുട്ബോളിലും അത് തന്നെ സംഭവിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.